ദില്ലിയിൽ വായു മലിനീകരണം രൂക്ഷമായി തുടരുകയാണ്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് 400 കടന്നു. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ മാറ്റി നിർത്തി ദില്ലിയിലെ വായു മലിനീകരണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് പ്രിയങ്ക ഗാന്ധി എംപി ആവശ്യപ്പെട്ടു. ഭയാനകമായ അവസ്ഥയ്ക്ക് പരിഹാരം കാണാനുള്ള അടിയന്തര നീക്കങ്ങളോട് സഹകരിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. വായു മലിനീകരണത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് ജയറാം രമേശും എക്സിൽ കുറിച്ചു. നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുകയാണ്. നോബിൾ മാരിക്കാരൻ, വായു മലിനീകരണം AQI അത് 400-ന് മുകളിലേക്കെന്ന് പറയുമ്പോൾ അതിതീവ്രമായ ഗുരുതരമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. അത് പരിഹരിക്കുന്നതിന് കൃത്രിമ മഴയ്ക്കായി ക്ലൗഡ് സീഡിംഗ് അടക്കം പരീക്ഷിച്ചു നോക്കി, പക്ഷേ ഒന്നും വിജയിച്ചില്ല. ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് രേഖാ ഗുപ്ത പറയുന്നത്? പുതിയ വായു മലിനീകരണം ഇല്ലാതാക്കാൻ ഇനി എന്ത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ദില്ലിക്ക് ശ്വാസം മുട്ടുന്നു എന്നാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നും വായു ഗുണനിലവാര സൂചിക മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആനന്ദ് വിഹാർ, അതോടൊപ്പം തന്നെ അശോക് വിഹാർ, ഒപ്പം എയിംസിന്റെ പരിസരം, ഒപ്പം ദ്വാരക സെക്ടർ 8 അടക്കമുള്ള ഇടങ്ങളിലൊക്കെ 400-ന് മുകളിൽ വായു ഗുണനിലവാര സൂചിക എത്തിയിരിക്കുന്നു. 400 മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വസിക്കാൻ കൊള്ളാത്ത വായു എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ദില്ലിയിലെ ജനങ്ങൾ കടന്നു പോകുന്നത്. പലർക്കും ശ്വാസകോശ സംബന്ധമായ വലിയ പ്രശ്നമുണ്ട്. ഒരുപാട് സമയം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കണ്ണിൽ കൂടി വെള്ളം വരുന്ന സാഹചര്യം. അത്തരത്തിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ തുടരുമ്പോൾ ഇതിൽ രാഷ്ട്രീയ വിവാദവും കൊഴുക്കുന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ആം ആദ്മി പാർട്ടിയാണ് സജീവമായ ഇതിൽ സർക്കാരിനെതിരെ, രേഖാ ഗുപ്ത സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഇതിൽ രംഗത്തേക്ക് വന്നില്ലെങ്കിൽ കോൺഗ്രസ് കൂടി കളത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കുന്നത് വയനാട്ടിൽ നിന്ന് താൻ തിരിച്ചെത്തിയപ്പോഴാണ് ഇതിനൊരു തീവ്രത മനസ്സിലായത്. കാരണം കേരളത്തിലെ വായു നിലവാരം എന്നൊക്കെ പറയുന്നത് 50 താഴെ മാത്രമാണ്. ഏറ്റവും നല്ല വായു കിട്ടുന്ന സ്ഥലങ്ങളൊന്നാണ് കേരളം. സ്വാഭാവികമായി അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയപ്പോൾ അതിതീവ്രമായ സാഹചര്യമാണ് എന്ന് പ്രിയങ്ക ഗാന്ധി പറയുന്നു. എത്രയും വേഗം ഇതിന് പരിഹാരം കാണണം, ഇതിൽ രാഷ്ട്രീയമാർന്നുള്ള പ്രവർത്തനമാണ് ആവശ്യം എന്ന് പറയുന്നു. അതേസമയം ജയറാം രമേശ് അല്പം കൂടി കടുപ്പിച്ചാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് 34 കോടി രൂപയാണ് കൃത്രിമ മഴയ്ക്ക് വേണ്ടി മുടക്കിയത് എന്ന് ജയറാം രമേശ് കുറ്റപ്പെടുത്തുന്നു. ഇതൊക്കെ ഒരു കണ്ണിൽ പൊടിയിടൽ മാത്രമാണ്. ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. വായു നിലവാരം വലിയ മോശം അവസ്ഥയിൽ തുടരുന്നു. സർക്കാരിന്റെ കെടുകാര്യസ്ഥത അടക്കമുള്ള കാര്യം സൂചിപ്പിക്കുന്നു എന്ന് ജയറാമിന്റെ കുറ്റപ്പെടുത്തൽ വരുന്നു. ആം ആദ്മി പാർട്ടിയിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ BJP തിരിച്ചടിക്കുന്നത് ഈ പഞ്ചാബ് അടക്കമുള്ള മേഖലയിൽ ആം ആദ്മി സർക്കാർ വൈക്കോൽ കത്തിക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ഒരു ന്യായമാണ്. എന്താണെങ്കിലും ദില്ലി ശ്വാസം മുട്ടുന്നു എന്ന യാഥാർത്ഥ്യമാണ്. രാവിലേക്ക് നമുക്ക് കാഴ്ചാപരിധി വളരെ കുറവാണ്. ഇനി വരും ദിവസങ്ങളിൽ അതിരൂക്ഷമായ വായു മലിനീകരണത്തിലൂടെയാണ് രാജ്യ തലസ്ഥാനം കടന്നു പോകുന്നത്. ദീപാവലിക്ക് ശേഷം എല്ലാ വർഷവും പതിവുള്ള കാഴ്ചയല്ലേ എന്ന് ചോദിച്ചാൽ ചില വർഷങ്ങളിലൊക്കെ ഇത് കുറച്ച് 300-ന് താഴേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇത്തവണയും സാധ്യമാകണം. അത് അടിയന്തരമായി പരിഹരിക്കേണ്ട, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്.